നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് കാലത്തിന് പിന്നിലേക്കാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ലോകത്തേക്ക്. സങ്കൽപ്പിക്കുക, സ്മാർട്ട് ഫോണുകളോ വൈദ്യുതിയോ എന്തിന് ലളിതമായ മെക്കാനിക്കൽ ക്ലോക്കുകൾ പോലുമോ കണ്ടുപിടിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരോ ഒരാൾ ഒരു കമ്പ്യൂട്ടർ നിർമ്മിച്ചു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ആധുനിക ലോകത്തെ ശാസ്ത്രജ്ഞരെപ്പോലും അമ്പരപ്പിച്ച, ചരിത്രപുസ്തകങ്ങളെ തിരുത്തിയെഴുതിച്ച ഒരത്ഭുത യന്ത്രം. അതാണ് ആന്റികൈത്തീറ മെക്കാനിസം. ഇതൊരു വെറും വെങ്കല കഷ്ണമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ ബുദ്ധിശക്തിയുടെ അടയാളമാണ്. ഇതാരാണ് നിർമ്മിച്ചത്? എന്തിനാണ് നിർമ്മിച്ചത്? ആയിരക്കണക്കിന് വർഷം കടലിനടിയിൽ ഒളിഞ്ഞിരുന്ന ഈ രഹസ്യം പുറംലോകം അറിഞ്ഞതെങ്ങനെ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൂടെ നമുക്കിന്ന് സഞ്ചരിക്കാം. വർഷം 1900. ഗ്രീസിലെ ആന്റികൈത്തീറ എന്ന ചെറിയ ദ്വീപിനു സമീപം കുറച്ച് മുങ്ങൽ വിദഗ്ധർ സ്പോഞ്ചുകൾ ശേഖരിക്കാനായി കടലിലിറങ്ങി. കടലിന്റെ ആഴങ്ങളിൽ അവർ കണ്ടത് ഒരു കപ്പൽ തകർച്ചയുടെ അവശിഷ്ടങ്ങളായിരുന്നു. വിലപിടിപ്പുള്ള പ്രതിമകളും പാത്രങ്ങളും അവരവിടെ നിന്ന് കണ്ടെത്തു. എന്നാൽ 1901 മെയ് മാസത്തിൽ പുരാവസ്തു ഗവേഷകനായ വലേറിയോസ് സ്റ്റൈസ് ആ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു വിചിത്രമായ വസ്തു ശ്രദ്ധിച്ചു. പായൽ പിടിച്ച, തുരുമ്പിച്ച ഒരു പച്ച നിറത്തിലുള്ള വെങ്കല കഷ്ണം. ആദ്യനോട്ടത്തിൽ അതൊരു കല്ലുപോലെ തോന്നിപ്പിച്ചു. പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിനുള്ളിൽ പൽചക്രങ്ങളുള്ളതായി അദ്ദേഹം കണ്ടെത്തി. സസ്പെൻസ് വർദ്ധിപ്പിച്ചുകൊണ്ട് ചിന്തിച്ചു നോക്കൂ, ക്രിസ്തുവിന് മുൻപ് നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവിൽ സങ്കീർണമായ പൽചക്രങ്ങളോ? അക്കാലത്ത് ഇത്തരം സാങ്കേതികവിദ്യ നിലനിന്നിരുന്നില്ല എന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിച്ചിരുന്നത്. ഈ കണ്ടെത്തൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകളഞ്ഞു. പതിറ്റാണ്ടുകളോളം ഈ യന്ത്രം ഒരു നിഗൂഢതയായി തുടർന്നു. കാരണം അതത്രമേൽ തകർന്നിരുന്നു. എന്നാൽ 2005-ൽ ആധുനിക എക്സ്റേ സാങ്കേതികവിദ്യയും CT സ്കാനിങ്ങും ഉപയോഗിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഈ യന്ത്രത്തിനുള്ളിൽ 30-ലധികം വെങ്കല പൽചക്രങ്ങളുണ്ടായിരുന്നു. ഇവ വളരെ കൃത്യതയോടെയാണ് ഘടിപ്പിച്ചിരുന്നത്. ഇതൊരു കലണ്ടറായിരുന്നു. പക്ഷേ ഒരു സാധാരണ കലണ്ടറല്ല. ജ്യോതിശാസ്ത്രം, സൂര്യന്റെയും ചന്ദ്രന്റെയും ആകാശത്തിലെ സ്ഥാനം ഇത് കൃത്യമായി പ്രവചിച്ചിരുന്നു. ഗ്രഹങ്ങളുടെ ചലനം, അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന 5 ഗ്രഹങ്ങൾ, അതായത് ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നിവയുടെ ചലനങ്ങൾ ഇത് കണക്കാക്കിയിരുന്നു. ഗ്രഹണം, ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും എപ്പോൾ സംഭവിക്കുമെന്ന് വർഷങ്ങൾക്ക് മുൻപേ പ്രവചിക്കാൻ ഇതിന് കഴിയുമായിരുന്നു. ഒളിമ്പിക്സ് കലണ്ടർ, പുരാതന ഗ്രീസിലെ ഒളിമ്പിക്സ് മത്സരങ്ങൾ എപ്പോൾ തുടങ്ങുമെന്നുപോലും ഈ യന്ത്രം കാണിച്ചുതന്നു. ചുരുക്കത്തിൽ ഇതൊരു അനലോഗ് കമ്പ്യൂട്ടറായിരുന്നു. ആധുനിക തോക്കുകൾ വരുന്നതിന് 1500 വർഷം മുൻപ് നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ. ഏറ്റവും വലിയ ചോദ്യമിതാണ്, ഇത്രയും സങ്കീർണമായൊരു യന്ത്രം നിർമ്മിക്കാൻ മാത്രം അറിവ് ആർക്കുണ്ടായിരുന്നു? ചരിത്രകാരന്മാർ പ്രധാനമായും 2 പേരുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്ന്, വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആർക്കിമീഡീസ്. സിറാക്യൂംസിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഇത്തരം യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. ആർക്കിമീഡീസ് കൊല്ലപ്പെട്ടതിനു ശേഷവും അദ്ദേഹത്തിന്റെ സാങ്കേതികവിദ്യ മറ്റാരെങ്കിലും ഉപയോഗിച്ചതാകാമെന്നും കരുതപ്പെടുന്നു. രണ്ടാമത്തെ പേരാണ് പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ ഹിപ്പാർക്കസ്. അദ്ദേഹം റോഡ്സ് ദ്വീപിലാണ് ജീവിച്ചിരുന്നത്. ചന്ദ്രന്റെ ചലനങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഈ യന്ത്രത്തിലെ കണക്കുകളുമായി ഒത്തുപോകുന്നുണ്ട്. ഏതായാലും ഇത് നിർമ്മിച്ച വ്യക്തി ഒരസാമാന്യ പ്രതിഭയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓരോ പൽചക്രവും ഗണിതശാസ്ത്രപരമായ കൃത്യതയോടെയാണ് അദ്ദേഹം നിർമ്മിച്ചത്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ആന്റികൈത്തീറ മെക്കാനിസത്തിന് ശേഷം 1400 വർഷത്തേക്ക് ഇത്രയും സങ്കീർണമായ ഒരു യന്ത്രം ലോകത്തെവിടെയും നിർമ്മിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ഈ സാങ്കേതികവിദ്യ നഷ്ടപ്പെട്ടു? ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ തകർച്ചയാണോ ഇതിന് കാരണം? അതോ ഈ യന്ത്രം നിർമ്മിച്ച രഹസ്യം ആ വ്യക്തിയോടൊപ്പം അവസാനിച്ചോ? ചിന്തിച്ചു നോക്കൂ. ഈ സാങ്കേതികവിദ്യ അന്ന് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പലപ്പോഴും ചൊവ്വയിൽ കോളനികൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം. ഈ യന്ത്രം നമ്മെ പഠിപ്പിക്കുന്നതൊന്നു മാത്രമാണ്: പുരാതന മനുഷ്യർ നമ്മൾ കരുതുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിശാലികളായിരുന്നു. ആന്റികൈത്തീറ മെക്കാനിസം ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു വിസ്മയമാണ്. ചരിത്രത്തിന്റെ ആഴങ്ങളിൽ ഇനിയും എത്രയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലുള്ള മറ്റു ചരിത്രപരമായ അത്ഭുതങ്ങളെക്കുറിച്ചറിയാൻ ഈ ചാനൽ മറക്കാതെ പിന്തുടരുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. കൂടുതൽ വിജ്ഞാനപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.